വെൽക്കം ടു കുക്കിംഗ് ആർട്ട് ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് കിച്ചൺ ടിപ്സാണ് കാണുവാൻ പോകുന്നത്. ആദ്യമായിട്ട് കുക്കറിൽ എങ്ങനെയാണ് അരി വടിച്ചെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതിന് 2 കപ്പ് മട്ട അരി കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ലിറ്ററോളം വെള്ളം ഒഴിക്കുകയാണ്. ഇത് ഒരു 3 വിസിലിന് വേവിച്ചെടുക്കുകയാണ്. അരിയുടെ വേവ് അനുസരിച്ച് വിസിലിൻ്റെ നമ്പർ മാറും. പ്രഷറെല്ലാം പോയി ഇതിന് തുറന്നെടുക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. എപ്പോഴും പോലെ ആദ്യമേ കുറച്ച് വെള്ളം ഊറ്റിക്കളയുക. പിന്നെ വാഷർ മാറ്റിയിട്ട് അടപ്പടച്ച് നന്നായിട്ട് അതിനെ പ്രസ് ചെയ്ത് ഇതുപോലെ വടിക്കുക. എനിക്ക് ആയമ്മ പറഞ്ഞു തന്ന മെത്തേഡാണിത്. വളരെ ഈസി ആയിട്ടും സേഫായിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിനെ നിവർത്തിയെടുക്കാം. വെള്ളം നന്നായിട്ട് വാർന്നിട്ടുണ്ട്. അടുത്തത് തേങ്ങ പറിക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ അത് മൂത്ത് ഉണങ്ങിപ്പോകും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇതുപോലെ ചിരവിയെടുത്ത് നമുക്ക് ഇതുപോലെ ചെറിയ പാത്രങ്ങളിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് കവറിലോ ആക്കി എടുത്ത് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. 5-6 മാസം ഇത് കേടാകാതെ ഇരിക്കും. ബാക്കിയുള്ള തേങ്ങ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതെടുത്ത് ഫ്രഷായിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് വെള്ളം വേസ്റ്റ് ചെയ്യാതിരിക്കുവാൻ പാത്രം കഴുകുമ്പോൾ ഇതുപോലെ ഒരു പാത്രം അടിയിൽ വെച്ചാൽ ആ വെള്ളം നമുക്ക് ചെടികൾക്ക് ഒഴിക്കുവാനായി ഉപയോഗിക്കാവുന്നതാണ്. കെമിക്കലില്ലാത്ത ഡിറ്റർജൻ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വെള്ളവും നമുക്ക് ചെടിക്കൊഴിക്കുവാൻ ഉപയോഗിക്കാം. പിന്നെ മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ വെള്ളം ഓവർഫ്ലോ ചെയ്യുകയാണെങ്കിൽ ബാത്റൂമിലെ പൈപ്പ് തുറന്ന് ഒരു ബക്കറ്റിലേക്ക് വെള്ളം പിടിച്ചാൽ ഓവർഫ്ലോയിങ് നിൽക്കും. പിന്നെ ആ വെള്ളം വേസ്റ്റ് ആകാതെ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ലെമൺ കൂടുതൽ വാങ്ങിക്കുമ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ ചീത്തയായി പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒരു സ്ക്യൂസർ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. തൊലി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞും വയ്ക്കാം. ജ്യൂസ് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഒരു 2 മാസത്തോളം നമുക്കിങ്ങനെ ഉപയോഗിക്കാം. ഐസ് ട്രേയിൽ വെച്ച് ഫ്രീസറിൽ വെച്ചാൽ കൂടുതൽ നാൾ ഉപയോഗിക്കാം. നാരങ്ങാത്തൊലി കല്ലുപ്പിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ വെച്ചാൽ അച്ചാറും നമുക്ക് ഉണ്ടാക്കാം.
അച്ചാറിടുന്ന വിധം കാർഡ്സിൽ കൊടുത്തേക്കാം. അങ്ങനെ ഉപ്പിട്ട് 2-3 ആഴ്ചയായ നാരങ്ങാത്തൊലിയാണിത്. ഈ ഉപകാരപ്രദമായ ടിപ്പുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.